ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. ഗുരുമാർഗത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ശ്രീനാരായണ ഗുരുദേവനെ പൊതുവെ ഉപരിപ്ലവമായിട്ടാണ് സമൂഹം മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുന്നത്. ഗുരുവിൻ്റെ യഥാർത്ഥത്തിലുള്ള ദർശനത്തെ, ഗുരുവിനെ നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ ഉപരിപ്ലവമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടിലൂടെ സാധ്യമല്ല. ഗുരു ശാസ്ത്ര പഠനത്തിന് ശേഷം നേരെ മരുത്വാമലയ്ക്ക് ശേഷം അരിയപ്പുറത്തേക്കുമാണ് പോയത്. അവിടെ നിരന്തരമായ ആഴത്തിലുള്ള ധ്യാനത്തിലാണ് ഗുരു ആ സമയം മൊത്തം ചെലവഴിച്ചത്. ധ്യാനത്തിലൂടെ കണ്ടെത്തിയ സത്യത്തെയാണ് സമൂഹത്തിലേക്ക് ഗുരു പകർന്നു കൊടുക്കാൻ ശ്രമിച്ചത്. അപ്പോൾ ധ്യാനത്തിലൂടെ ലഭിച്ച ആ സത്യത്തെ മനസ്സിലാക്കണമെങ്കിലും അത്രയും ആഴത്തിലല്ലെങ്കിലും ചെറിയ രീതിയിലുള്ള ഒരു ധ്യാന പ്രക്രിയ നമുക്ക് ഉണ്ടാകേണ്ടിയിരിക്കുന്നു. അതില്ലാത്തത് കൊണ്ടാണ് പൊതുവെ ഈ ഉപരിപ്ലവമായി ഗുരുവിനെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. അതിൻ്റെ ഫലം ഗുരുവിൻ്റെ ദർശനത്തെ അല്ലെങ്കിൽ ഗുരുവിനെ വികലമാക്കുകയാണ്. അവരവരുടെ കാഴ്ചപ്പാടിൽ അവരവർ ഗുരുവിനെ കാണാൻ ശ്രമിക്കുന്നു, വിലയിരുത്താൻ ശ്രമിക്കുന്നു. അവരാരും തന്നെ ഗുരുവിൻ്റെ കൃതികളിലേക്കോ ഗുരുവിൻ്റെ ജീവിതത്തിലേക്കോ തിരിഞ്ഞു നോക്കുന്നില്ല. കൃതികൾ പോലും അവൻ്റെ ആ ഒരു ബൗദ്ധികമായിട്ടുള്ള തലത്തിൽ നിന്നുകൊണ്ട് ഉള്ള ഒരു മനസ്സിലാക്കൽ മാത്രമുള്ളൂ. അതിൻ്റെ അപ്പുറത്തേക്ക് ഒരു അനുഭവത്തിൻ്റെ തലമുണ്ട്, അത് സംഭവിക്കുന്നില്ല. അതുകൊണ്ട് ഗുരു പറഞ്ഞ കാര്യങ്ങൾ ഇങ്ങനെയാണ്. ഉദാഹരണത്തിന് ഗുരു അരുവിപ്പുറത്ത് പ്രതിഷ്ഠ നടത്തി കഴിഞ്ഞപ്പോൾ നാം നമ്മുടെ ശിവനെയാണ് പ്രതിഷ്ഠിച്ചത് എന്ന് പറഞ്ഞതിനെ നാം ഈഴവ ശിവനെയാണ് പ്രതിഷ്ഠിച്ചത് എന്നുള്ള രീതിയിലാണ് ഇന്ന് പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നത്. അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും ഗുരു എന്താണ് ഉദ്ദേശിച്ചത് എന്ന് മനസ്സിലാക്കുന്നില്ല. തന്നെയുമല്ല, ജാതിഭേദം, മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന ഒരു മാതൃകാ സ്ഥാനമാണ് ഇത് എന്ന് പറഞ്ഞ ഗുരു എന്തുകൊണ്ട് ഈഴവ ശിവനെ എന്ന് പറഞ്ഞു? അതൊരിക്കലും സാധ്യമല്ല, അങ്ങനെ ഗുരു പറയില്ല. പക്ഷേ ആ ഒരു വിശാലമായ കാഴ്ചപ്പാടിൽ ഗുരുവിനെ കാണാൻ പറ്റാത്തതുകൊണ്ട് ആണ് ഉപരിപ്ലവമായി ഇങ്ങനെ ഒരു സങ്കുചിതമായിട്ടുള്ള അർത്ഥത്തിൽ അത് പറയുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നു. അവിടെ നമ്മുടെ യുക്തി നമ്മൾ ഉപയോഗിക്കുന്നില്ല, അനുഭവം ഉപയോഗിക്കുന്നില്ല. അപ്പോൾ സോദരത്വേന വാഴുന്ന ഒരു മാതൃകാ സ്ഥാനം സ്വപ്നം കണ്ട ഗുരു എങ്ങനെയാണ് സങ്കുചിതമായ ജാതിയുടെയും മതത്തിൻ്റെയും ആ അതിർവരമ്പിൽ നിന്നുകൊണ്ട് സംസാരിക്കുന്നത്? അതിനെല്ലാം തച്ചുടയ്ക്കാൻ വേണ്ടിയാണ് ഗുരു ഇവിടെ വന്നത്. ഗുരുവിൻ്റെ പ്രവർത്തനം ഇല്ലാത്ത ജാതിയെ കുറിച്ച് ചിന്തിക്കുകയും ഇന്നും അതിശക്തമായി ഇത്രയും വിദ്യാഭ്യാസമുള്ള കേരളത്തിലും ഈ ജാതിയുടെ പേരിലാണ് കാര്യങ്ങളെല്ലാം മുന്നോട്ട് പോകുന്നത്. ഇല്ലാത്തതാണ് എന്ന് പുറത്ത് പറയുമ്പോഴും അത് ഉള്ളിൽ ഒരു വല്ലാത്ത നീരാളിപ്പിടുത്തം പിടിച്ച് കിടക്കുകയാണ്. എന്തുകൊണ്ടത് മാറ്റാൻ പറ്റുന്നില്ല? ഇപ്പോൾ ഗുരുവിൻ്റെ ആ ദർശനത്തെ ചെറിയ വയസ്സിൽ തന്നെ, ചെറിയ പ്രായത്തിൽ തന്നെ കുട്ടികളിലേക്ക് ഒക്കെ നമ്മളത് പകർന്നു കൊടുത്താൽ മാത്രമേ ഈ വിഷം നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഗുരുവിൻ്റെ ദർശനത്തെ ഒരു സമുദായത്തിൻ്റെ ഗുരുവാണെന്നുള്ള രീതിയിൽ അല്ല കാണേണ്ടത്. മാനവരാശിക്ക് ആകമാനം വേണ്ടുന്ന ഉപദേശങ്ങളാണ് ഗുരു കൊടുത്തിട്ടുള്ളത്.
ഗുരുവിൻ്റെ കൃതികൾ നമ്മൾ പഠിക്കുമ്പോഴാണ് നമുക്കതിൻ്റെ ആഴവും പരപ്പും മനസ്സിലാക്കുന്നത്. ഒരുപക്ഷെ പലപ്പോഴും പലർക്കും അറിഞ്ഞുകൂടാത്ത ഒരു കാര്യമുണ്ട്. നമ്മുടെ ഭാരതത്തിൻ്റെ അടിസ്ഥാന പ്രമാണ ഗ്രന്ഥം എന്ന് പറയാവുന്നത് ഉപനിഷത്തുക്കളും ബ്രഹ്മസൂത്രവും ഭഗവത്ഗീതയുമാണ്. ഇതിനെ പ്രസ്ഥാനത്രയം എന്നാണ് പറയുന്നത്. ഇതിലെല്ലാം ജ്ഞാനത്തിന് മാത്രമാണ് പ്രാധാന്യം കൊടുത്തിട്ടുള്ളത്. അതിനകത്ത് ഒരു ദേവതയ്ക്കും ഒരു ദൈവത്തിനും ഒരു സ്ഥാനവുമില്ല. തികച്ചും ശാസ്ത്രീയമായി വിശകലനം ചെയ്താൽ മനസ്സിലാക്കാവുന്ന കാര്യങ്ങളാണ്. അതിൽ ബ്രഹ്മസൂത്രം എന്ന് പറയുന്നത് ഈ ഉപനിഷത്തിൽ ജ്ഞാനപ്രധാനമായിട്ടുള്ള കാര്യങ്ങൾ അത് പ്രതിപാദിച്ചിട്ടുള്ള ആ സന്ദർഭങ്ങളെ കുറച്ചുകൂടി ഉറപ്പിച്ചു പറയാൻ വേണ്ടിയിട്ട് വ്യാസഭഗവാൻ എഴുതിയതാണ്. അത് 555 സൂത്രങ്ങളാണുള്ളത്. അതിന് ആദിശങ്കരാചാര്യർ വ്യാഖ്യാനവും കൊടുത്തിട്ടുണ്ട്. ആദിശങ്കരാചാര്യ വ്യാഖ്യാനമാണ് ഏറ്റവും യുക്തിയുക്തമായിട്ട് അദ്വൈത ദർശനത്തിൽ ഊന്നി നിന്നുകൊണ്ടുള്ളത്. അതിൻ്റെ അപ്പുറത്തേക്ക് ആരും ഇന്ന് വരെ ഒരു വ്യാഖ്യാനം ചമച്ചിട്ടില്ല. ഇവിടെ ഈ ബ്രഹ്മസൂത്രത്തിന് ശങ്കരാചാര്യർ വ്യാഖ്യാനം കൊടുത്തു. പക്ഷേ ശ്രീനാരായണ ഗുരുദേവൻ അതുപോലൊരു കൃതി എഴുതിയിട്ടുണ്ട് സംസ്കൃതത്തിൽ. വേദാന്ത സൂത്രം എന്നാണ് അതിൻ്റെ പേര്. 64ഓളം കൃതികൾ ഗുരു എഴുതിയിട്ടുണ്ട് സംസ്കൃതത്തിലും മലയാളത്തിലും തമിഴിലുമായിട്ട്. ഈ വേദാന്ത സൂത്രം ബ്രഹ്മസൂത്രത്തിന് കിടപിടിക്കുന്നതാണ്. അല്ലെങ്കിൽ ബ്രഹ്മസൂത്രത്തിനെ കാച്ചിക്കുറുക്കി ആണ് ഗുരു വേദാന്ത സൂത്രം എഴുതിയിരിക്കുന്നത്. ഇന്ന് വരെ ഭാരതത്തിലെ മഹർഷിമാരുടെ ഇടയിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതുപോലെ ഒരു കൃതി ഗുരുവല്ലാതെ വേറെ ആരും രചിച്ചിട്ടില്ല. അപ്പോൾ ഇത്രയും സങ്കീർണമായിട്ടുള്ള, അതേപോലെ തന്നെ സംസ്കൃത ഭാഷയിൽ ഇത്രമാത്രം കാഠിന്യമുള്ള ഒരു തലത്തിലേക്കൊക്കെ ഗുരു കടന്നു ചെന്നിട്ടുണ്ട്. പക്ഷേ ആ ഗുരുവിനെ മലയാളികൾക്കറിയില്ല. അവർ എപ്പോഴും ഏറ്റവും താഴ്ന്ന തലത്തിൽ അവരുടെ ഉപരിപ്ലവമായ രീതിയിൽ മാത്രമേ ഗുരുവിനെ കാണാൻ ശ്രമിച്ചിട്ടുള്ളൂ. ഒരു കൂട്ടർ ഗുരു ഞങ്ങളുടേതാണെന്ന് മാത്രം പറയും. ഒരു കൂട്ടർ അവരുടെ ആയതുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ട എന്ന് പറയും. ഇത് വലിയൊരു ദുരന്തമാണ്. ലോകം ആഗ്രഹിക്കുന്ന ആ ഒരു തലത്തിലേക്ക് ഗുരുവിൻ്റെ ആശയങ്ങൾ എത്തുമ്പോഴാണ് സമാധാനവും ശാന്തിയും പുലരുന്നത്. അല്ലെങ്കിൽ അതിനു മാത്രമേ സാധിക്കുകയുള്ളൂ. കാരണം അത്രമാത്രം ശാസ്ത്രീയമായിട്ടാണ് ഗുരു അതെല്ലാം സൂചിപ്പിച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും അതിന് സാധിക്കട്ടെ. ഏവർക്കും നമസ്കാരം.